നമസ്കാരം. കേരളം കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവും വിവിധ കേസുകളിലായി 3 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിരിക്കുന്നു. കേസിലെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെല്ലാം ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന 20 കൊല്ലം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവ്, 3 ലക്ഷം രൂപ പിഴ. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് 20 വർഷം കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ. മൂന്നാം പ്രതി മണികണ്ഠന് 20 വർഷം കഠിന തടവ്, 75,000 രൂപ പിഴ. നാലാം പ്രതി വിജീഷ് വിപിക്ക് 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും. അഞ്ചാം പ്രതി വടിവാൾ സലീമിന് 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും. ആറാം പ്രതി പ്രദീപിന് 20 വർഷം കഠിന തടവും 75,000 രൂപ പിഴയുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് കോടതി വിധിച്ചിരുന്ന പിഴയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും വിചാരണ കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ ശിക്ഷയാണ് എന്ന പൊതു അഭിപ്രായമാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. വിചാരണ കോടതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പല കോണിൽ നിന്നും വരികയും ചെയ്യുകയാണ്. റിമാൻഡ് കാലാവധി കഴിഞ്ഞുള്ള കാലയളവ് മാത്രം പ്രതികൾ ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നും ഈ ഉത്തരവിലുണ്ട്. ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ പ്രതികൾക്ക് വളരെ കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് എന്ന നിർണായകമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇത് പ്രകാരം ഒന്നാം പ്രതി പൾസർ സുനീനി വെറും 12.5 വർഷം മാത്രം ജയിലിൽ കിടന്നാൽ മതി. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി 15 വർഷം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. മൂന്നാം പ്രതി ബി മണികണ്ഠനാകട്ടെ 15.5 വർഷം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. നാലാം പ്രതി വി വിജീഷ് 15 വർഷവും അഞ്ചാം പ്രതി എച്ച് സലീം 18.5 വർഷവും മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. ആറാം പ്രതി പ്രദീപ് 17 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. ഇങ്ങനെ പ്രതികളുടെ ശിക്ഷാ കാലയളവ് കൂടി ജയിലിൽ കിടന്ന കാലയളവ് പരിഗണിക്കുമ്പോൾ കുറഞ്ഞു വരികയാണ്. എന്തായാലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്. ഈ കേസിലാണ് ഇപ്പോൾ 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പൊതുവെ പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇത് വളരെ കുറഞ്ഞ ശിക്ഷയായി പോയി എന്ന് തന്നെയാണ്.